ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർ. അപ്പം ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് പഴംപൊരി മാത്രമല്ല, നമുക്ക് വേറെ റെസിപ്പിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമുക്കതൊന്ന് നോക്കാം. നമ്മൾ ആദ്യം പഴം ഒന്ന് കുക്കറിൽ വേകാൻ വെക്കണം കേട്ടോ. നല്ലൊന്ന് വെന്ത് കിട്ടണം. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ചിരകിയിട്ട് വരാം കേട്ടോ. ഒരു തേങ്ങ മുഴുവൻ വേണം കേട്ടോ. പിന്നെ അതേപോലെ ഒരു കഷ്ണം ചുക്ക്, ഒരു 2-3 ഏലക്കായ ഒന്ന് പൊടിച്ച് അവിടെ വെക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു നുള്ള് നെയ്യ് എടുത്തിട്ട് നമ്മൾ ചീനച്ചട്ടിയിലൊന്ന് ഇട്ടിട്ട് അത് ചൂടാകുമ്പോഴേക്കും നമ്മളെ നാളികേരം ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. വറക്കുക പറഞ്ഞാൽ ഒരു നല്ലൊരു മണം വരുന്ന പോലെ കേട്ടോ. അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ വലിവൊക്കെ ഒന്ന് പോണവരെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ പൊടിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ ഏലക്കായും ചുക്കും അതിൻ്റെ ഒരു പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് വീണ്ടും നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ എപ്പോഴും ശർക്കര ഒന്ന് ലിക്വിഡാക്കി വെക്കും കേട്ടോ. അപ്പോൾ തന്നെ കട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും ലിക്വിഡാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഞാൻ അങ്ങനെ ചൂടാക്കിയിട്ട് നല്ല അരിച്ച് കുപ്പിയിലാക്കി വെക്കും കേട്ടോ. അപ്പോൾ ചായക്കൊക്കെ എടുക്കണമെങ്കിൽ ഒരു സ്പൂൺ എടുത്ത് അത് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ പഴം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് അതിന് നടുവൊന്ന് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കറുപ്പ കുരു പോലത്തെ ഇതില്ലേ, അതൊന്ന് കളയണം കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് നീക്കിയാൽ തന്നെ പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാറണം കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പാത്രത്തിൽ വെച്ചിട്ട് നല്ലൊന്ന് ചൂടാറിയ ശേഷം നമ്മൾ ഒരു കയ്യോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നല്ല അതൊന്ന് കുഴക്കണം കേട്ടോ. ഏകദേശം നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ലേ, അതേപോലൊരു പരുവാക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കില്ലേ റൗണ്ട് രൂപത്തിൽ, അപ്പോൾ അങ്ങനെ ഒരു ബോൾ രൂപത്തിലാക്കിയിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് തേക്കണം കേട്ടോ. എന്നാൽ കയ്യിൽ വല്ലാതെ ഒട്ടില്ല. എന്നിട്ട് ആ ബോളിലേക്ക് നമ്മൾ ചെറിയൊരു റൗണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരവും അതേപോലെ ശർക്കര പാനി, ഏലക്കായും അതേപോലെ ചുക്കും അതൊക്കെ പാടെ ഫില്ല് ചെയ്തിട്ട് അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ബോൾ രൂപത്തിലാക്കുക കേട്ടോ. ഒറ്റയടിക്ക് നോക്കി നമ്മൾ ഒരിക്കലും ലഡു ആണെന്ന് കേട്ടോ. അത്രയുണ്ട്. അപ്പോൾ ഒരു 10-25 ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് നെയ്യിലൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടത്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ജസ്റ്റ് കുറച്ച് നെയ്യൊക്കെ തേച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഓരോന്ന് അതിലേക്ക് ഇറക്കിയിടുകയാണ് കേട്ടോ. അപ്പോൾ 2 ഭാഗവും ഒന്ന് മൊരിയണ രൂപത്തിൽ കേട്ടോ. ഒരുപാട് വേവിൻ്റെ ആവശ്യമില്ല. നമ്മൾ പഴം പുഴുങ്ങിയെടുത്താണ്, അതേപോലെ നാളികേരം വറുത്തതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒരു മൊരിയണ പോലെ ഒന്ന് ആയി കിട്ടിയാൽ തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിൽ വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാം. ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾക്ക് ഓരോന്നാണ് കിട്ടിയത്. മക്കളാട്ടോ എല്ലാം ഉണ്ടാക്കി കഴിച്ചത് മുഴുവൻ ഞങ്ങൾക്ക് ഓരോന്ന് പൊതി നോക്കാൻ വേണ്ടി കിട്ടി. അപ്പം അങ്ങനെ എല്ലാതൊന്നും ജസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനൊരു ഒരു ബ്രൗൺ കളർ ഒരുപാട് വേണ്ട, എന്നാൽ ഒട്ടും മൊരിയാത്ത വിധത്തിലും വേണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ട്. അമ്മ എനിക്കാദ്യം എന്താ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നമ്മുടെ പഴം കൊണ്ട് ഉണ്ടാക്കി അടിപൊളി ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ചൂടാണ് കേട്ടോ, ആവി പറക്കണുണ്ട്. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയോ? ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടാൽ തന്നെ ഒന്ന് കഴിച്ച് നോക്കുമല്ലേ, അത്രയ്ക്ക് കൊതിയാവും കാണുമ്പോൾ. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടായിരുന്നു. അപ്പം ഞാൻ ചേച്ചിയോട് പറയുന്നുണ്ട് നല്ല ചൂടാണെന്ന്. അപ്പോൾ ഓക്കെ, താങ്ക് യു.